ഹലോ ഗായ്സ്, PH3 ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ശംഖുമുഖത്ത് പോയപ്പോഴേ ഗൈസ് കണ്ടതാണ്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ആറാട്ടാണ്. ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. അവിടെ ചെന്നപ്പോൾ കണ്ടതാണ്. 3 കരകളിൽ നിന്ന് കൂടി വരുന്ന ആറാട്ടും ഉണ്ട്. ആ കൂട്ടത്തിൽ പത്മനാഭൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ രാജാവ് എഴുന്നള്ളുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇന്ന് ഭരണമായിരുന്നെങ്കിൽ ഈ തിരുവിതാംകൂർ ഭരിക്കേണ്ട രാജാവാണ് ആ വരുന്നത്. അത് അപ്പോൾ ഞങ്ങൾ ശംഖുമുഖത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം തന്നെയായിട്ട് ഞങ്ങൾ കരുതുന്നു. കാരണം ഇങ്ങനൊരു വലിയൊരു പരിപാടി ഇവിടെ നടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല പോയത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ തലമുറയിൽ രാജാവ് വരണുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് രാജകുടുംബത്തിലെ അംഗങ്ങളും മറ്റ് ഘോഷയാത്രകളും ഒരുപാട് ബാൻഡ് മേളങ്ങളും എല്ലാം പോകുന്നുണ്ട് ഗൈസ്. പോലീസുകാരുടേതായാലും ഒരുപാടുണ്ടായിരുന്നു ഗൈസ്. ഇത് അവരുടെ ബന്ധുമിത്രാദികൾ പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ ബാഡ്ജ് ഉണ്ട് ഗൈസ്. അവരുടെ ID കാർഡ് വെച്ചിട്ടുണ്ട്. അവരുടെ ഫോട്ടോ വെച്ച കാർഡുണ്ട്. അവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റൂ. അപ്പം നമുക്ക് വെളിയിലുള്ളവർക്കൊന്നും അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഈ കൂട്ടത്തിൽ വരുന്ന ഇപ്പോൾ രാജാവ് എഴുന്നള്ളുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാജാവിനെ കാണിച്ചു തരാം. പ്രത്യേകിച്ച് പച്ച കളറിലെ അത് കെട്ടിയ ആ തൊപ്പി പോലെ വെച്ചിരിക്കുന്നതാണ്. ഇന്ന് തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാവാണ് പോകുന്നത്. ബാക്കി അവരുടെ സ്വന്തക്കാരാണ് പോകുന്നത്. മൊത്തത്തിൽ നേരെ അവിടെ പോയി കുറച്ച് ചടങ്ങുകളുണ്ട്. ആ വശത്തേക്കൊന്നും നമുക്ക് എത്താൻ പോലും കഴിഞ്ഞില്ല ഗൈസ്. എന്നാലും നിങ്ങളിത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ഇത് പത്മനാഭൻ്റെ ഓരോ ഭാഗങ്ങളാണെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാമിയുടെ ഒരു ഇത് വന്നിരിക്കുന്നത്. അത് അവിടെ വെച്ച് പൂജയുണ്ട്. അതിനകത്ത് പൂജ ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കടലിൽ ചെന്ന് നീരാട്ടും കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചേറുന്നത്. ഇവിടെ 3 കരകളിലെ വേറെ 3 കരകളുടെ ഒരു ദേവിമാരും ദേവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് 3 പേരും നേരെയുള്ള ആ ഭാഗം വഴിയല്ല, ഞങ്ങൾ വെളിയിലുള്ള ആൾക്കാർ നിൽക്കുന്ന ഭാഗം വഴി വന്ന് നേരെ അകത്തേക്ക് കയറുമായിരുന്നു ചെയ്തത്. ഇതവിടെ ഒരു വലിയ ചടങ്ങാണ്. ആ ഭാഗത്തുള്ളവരുടെയാണ്. അപ്പോൾ ഇങ്ങനൊരു ഭാഗ്യം കാണാം. അതുപോലെ തന്നെ വലിയ സ്ക്രീനൊക്കെ വെച്ച് എല്ലാവർക്കും കാണാവുന്ന രീതി വളരെ വലിയതായിരുന്നു പരിപാടി. അങ്ങനെ 3 തിടമ്പുകളും ഉള്ളിലേക്ക് കയറിപ്പോയി. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ വയ്യ ഗൈസ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ലൊരു കാഴ്ച കയറാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് 3ാമത്തത്. ലാസ്റ്റ് ഒരാന ഇച്ചിരി പ്രശ്നമായിട്ട് ഇടഞ്ഞെന്നൊക്കെ പറയണു. കറക്റ്റ് അറിയില്ല. അപ്പം എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടട്ടെ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ഇത് കഴിയുമ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് 1-2 മണിക്കൂർ കഴിഞ്ഞ് അവിടുത്തെ പരിപാടിയെല്ലാം തിരിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതോടുകൂടി അവിടുത്തെ പരിപാടി തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം തരുന്നു. ബൈ.